നമസ്കാരം. സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയൊരു നിരീക്ഷണത്തിലേക്കാണ് നമ്മളിപ്പോൾ ആ കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഭാര്യ എന്നാൽ വീട്ടുജോലിക്കാരിയല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതായത് നമ്മുടെ കേരളത്തിലടക്കം നമ്മുടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഒരു 90% വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ആണുങ്ങളും ചിന്തിക്കുന്നത് ഭാര്യ അടിമയാണ്. അവർക്ക് സെക്സിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആഹാര കാര്യങ്ങൾ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ വീട്ടുജോലി നടത്താൻ വേണ്ടിയിട്ടാണ് ഭാര്യ എന്ന ആളെന്നുള്ളൊരു രീതിയാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു അല്പം കടന്നുപോയി. 90% ഒന്നുമല്ല, കാരണം അത് സ്ത്രീകളുടെ നല്ല അടി വാങ്ങിക്കും. ഇപ്പൊ 90 ഇപ്പോൾ ഒരു ചുരുങ്ങിയ ഒരു 60% ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇതെന്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ടതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ അനുസരിച്ചിട്ട് സ്ത്രീ എന്നാൽ വേലക്കാരിയല്ല. അതായത് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു, അടുക്കളയിൽ എന്ത് ചെയ്യുന്നു, അതിന് അതേപോലെ തന്നെ പുരുഷന്മാരും കയറി ചെയ്യാൻ അവർക്കും അവകാശമുണ്ട്, അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അവർക്കും. അല്ല സ്ത്രീ മാത്രമല്ല ഇത് ചെയ്യേണ്ടതെന്നുള്ളൊരു നിരീക്ഷണം. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ സെക്സിന് വേണ്ടിയും അവരുടെ ആഹാരം കഴിക്കാൻ വേണ്ടിയും എന്താ പറയുക, അടുക്കള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം സ്ത്രീകളെ ഒരു സ്നേഹം പോലും കൊടുക്കാതെ എത്രയോ സ്ത്രീകളെ അടിമകളായിട്ട് കാണുന്നു. നമ്മുടെ കേരളത്തിലടക്കമുള്ള ഈ കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അടുക്കളയിൽ മാത്രം കിടക്കാനുള്ളതെന്ന്. ഇന്ത്യ മാത്രം ലോകവും ഇന്ത്യ ഒരുപാട് മുന്നോട്ട് വികസിച്ചു, വികസിച്ചു. നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ അതായത് നമ്മുടെ നേതൃത്വത്തിൽ ഒരുപാട് ഇന്ത്യ മാറി. എന്നിട്ടും ഇപ്പോഴും വെട്ടം കയറാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴും ഇവർക്കറിയില്ല സ്ത്രീകൾ എന്തിനിങ്ങനെ സെക്സിനും അല്ലെങ്കിൽ മറ്റുള്ളവരത്തിന് പാചകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അടിമകളെ പോലെ കിടക്കണം. നിങ്ങൾക്ക് എത്രയോ ജോലികൾ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് പുലർത്താം. വല്ലവന്റെ അടിമയായിട്ട് ഇങ്ങനെ നിങ്ങൾ കിടക്കേണ്ടവരല്ല സ്ത്രീകൾ. അതായത് ആട്ടും തുപ്പും അനുസരിച്ച് എത്രയോ പേര് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മഹത്യ, ഇപ്പോൾ ഒരു ഭർത്താവ് എന്തിനും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാടിക്കറി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖങ്ങൾ മാത്രമല്ല, നല്ല രീതിയിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഒരു മിശ്രിതമാണ്. ഇതിൻ്റെ എല്ലാം മിശ്രിതമാണ്. എന്നാൽ ജീവിതം എന്ന് പറയുമ്പം നമ്മൾ പരസ്പരം ഈ രണ്ട് പേര് ആക്ച്വലി ഒരു വിവാഹം എന്ന് പറയുമ്പോൾ എപ്പോഴും 100% സന്തോഷം മാത്രമല്ല, ദുഃഖങ്ങളും കാണും. പക്ഷേ സമ്മിശ്രമായിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ തരണം ചെയ്ത് അത് പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് ജീവിക്കുക, നല്ല തൻ്റെ ഇടത്തോടെ ജീവിക്കുക. എന്നാൽ പരസ്പരം ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാത്ത എത്രയോ ഫാമിലികൾ ഉണ്ടെന്നറിയോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലടക്കം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരുപാട് ഡൈവേഴ്സുകൾ കൂടിക്കൂടി വരുന്നത് പരസ്പരം മാസങ്ങളോളം സംസാരിക്കാത്ത ഭാര്യാഭർത്താക്കന്മാർ ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഭർത്താവും ഭാര്യയും കൂടെ വന്നിരുന്ന് അത് സോൾവ് ചെയ്യുന്ന സമയത്ത്, എന്നാൽ പണ്ട് എന്ത് നടന്നു അതിനേക്കാളും വലിയ ഇഷ്യൂസാണ് അവർ പരസ്പരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? ഈ മൊബൈലിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗങ്ങളാണ്. ഈ മൊബൈലിൽ നോക്കി നോക്കി ഇരുന്നിരുന്നിരുന്ന് അതായിപ്പോയി എല്ലാവരുടെയും ജീവിതം. അങ്ങനല്ല, പരസ്പരം നിങ്ങൾ സ്നേഹിക്കുക, പരസ്പരം നിങ്ങൾ സംസാരിക്കുക. പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ എന്താ പറയുക, നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിലെ ആ സ്നേഹമായാലും നമ്മളത് പ്രകടിപ്പിക്കുക. നമുക്ക് ഒരു ഭാര്യയേ ഉള്ളൂ. അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം എന്തിന് പിന്നെ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണം? കളഞ്ഞിട്ട് പൊക്കൂടെ? അതുപോലെ ആത്മഹത്യ പെരുകുന്നു. അപ്പൊ ആത്മഹത്യക്ക് എന്തിന് ഒരാളെ ഡിപ്പെൻഡ് ചെയ്താണോ നിങ്ങൾ നിൽക്കേണ്ടത്? നിങ്ങൾ ഈവൻ യു ആർ എഡ്യൂക്കേറ്റഡ് ഓർ നോട്ട് എഡ്യൂക്കേറ്റഡ്, നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്ത് നമുക്ക് നിത്യേനയുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കാം, നമുക്ക് ജീവിക്കാം. ആദ്യം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കും. എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം അടിപൊളിയാണ്. കോടതി പറയുന്നത് ഭാര്യ ഒരു വീട്ടുവേലക്കാരിയല്ല. ഭാര്യയ്ക്ക് എന്താണോ അതിൻ്റെ എല്ലാം, അതായത് ഒരു വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യുന്നു ആ ജോലി അതേ അവകാശം തന്നെ പുരുഷനും ചെയ്യാം, അതായത് ഭർത്താവിനും ചെയ്യാം. എന്തായാലും ഈ നൂറ്റാണ്ടിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ ഇത് മനസ്സിലാക്കുക. എന്ന് വെച്ചിട്ട് വൈകിട്ട് ഭർത്താവ് വരുമ്പം ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കാനല്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരിടത്തും ഇങ്ങനെ ഈ പെട്ടുകിടക്കണ്ട. നിങ്ങളുടെയാണ് ലോകം, നമ്മുടെയാണ് ലോകം. പുരുഷന്മാരല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ജനിക്കുമ്പോഴേ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുക. നന്ദി, നമസ്തേ.